ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ സച്ചിയുടെ തീരുമാനം പോലെ തന്നെ ചന്ദ്ര തീരുമാനമെടുക്കുകയാണ്. ചന്ദ്ര പറയാണ്, സുധി നീയും കൂടി വ്രതമെടുത്താൽ വ്രതത്തിനൊരു ശക്തി കൂടും. അപ്പോൾ അവളെ അച്ഛനെ പുറത്തിറക്കാനുള്ള ശ്രുതിയുടെ വ്രതത്തിനൊരു ശക്തിയാവുമെന്ന് പറയാണ്. ശേഷം എന്നിട്ട് ചന്ദ്ര സുധിയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണപാത്രം വാങ്ങി വെക്കുകയാണ്. നീ പോയി വ്രതമെടുക്ക്. അപ്പോൾ അങ്ങനെ സുധിയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ സുധിയുടെ മുന്നിൽ നിന്ന് മസാലക്കറിയുടെ ഗുണങ്ങളും അതിൻ്റെ കൊതിയൊക്കെ പറഞ്ഞ് അവനെ കൊതിപ്പിക്കുകയാണ്. അങ്ങനെ ശ്രുതി വന്നിട്ട് സുധിയോട് പറയാണ്, സുധി വാ, നമുക്ക് പുറത്തേക്ക് പോവാമെന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങോട്ട് പോണ്? നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും വരണം, ശയന പ്രദക്ഷിണം ചെയ്യാനുള്ളതാണ് എന്ന് ശ്രുതിയോട് പറയാണ്. അപ്പോൾ തന്നെ സച്ചിക്ക് നീലിമയുടെ കോൾ വരികയാണ്. 2-3 സ്ഥലത്തേക്ക് പോകണമെന്ന് പറയാണ്, വേഗം വരാൻ പറയുന്നുണ്ട്. ശേഷം ട്രാവൽസിൽ ചെന്ന നീലിമയോട് സുധിയും ശ്രുതിയും ചെന്ന വിവരം പറയാണ്. നീലിമയെക്കുറിച്ച് അന്വേഷിച്ച വിവരവും പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയരുത് എന്ന് പറയാണ്. എന്നിട്ട് നീലിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നീലിമയ്ക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറയാണ്. അപ്പോൾ നീലിമ വിളിച്ച പാർലർ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു പാർലറുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് പറയാണ്. അങ്ങനെ കൊണ്ടുവിട്ടതും ശ്രുതിയുടെ പാർലറിലേക്കാണ്. അത് നീലിമയ്ക്ക് അറിയുകയുമില്ല. നീലിമ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ശ്രുതിയുടെ മുന്നിൽ ചെന്ന് എത്തിപ്പെട്ടു. അപ്പോൾ നീലിമയെ കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ നീലിമയുടെ മുഖം. അപ്പോൾ ശ്രുതി ആലോചിക്കുകയാണ്, സുധിയുടെ 50 ലക്ഷം തട്ടിയെടുത്ത നീലിമയല്ലേ ഇവളെന്ന്, അവളെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ്. എന്നിട്ട് നീലിമ ശ്രുതിയോട് പറയാണ്, നന്നായി ചെയ്യണം, നല്ല ക്വാളിറ്റി ഒക്കെ തന്നെ വേണം, നല്ല ഫേഷ്യലായിട്ട് ചെയ്ത് തരണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി നീലിമയോട് ചോദിക്കുന്നുണ്ട്, മാഡം എവിടത്തുകാരിയാണ്, ഇവിടെയുള്ളതല്ലേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ എവിടെയാണ്? അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയുള്ളതല്ല, ഞാൻ വേറെ അകലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാനഡയിലാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. ശ്രുതി നീലിമയോട് പറയാണ് 2 മിനിറ്റ് എന്ന്. എന്നിട്ട് ശേഷം ശ്രുതിയാണെങ്കിൽ സുധിയെ വിളിച്ചു വരുത്തുകയാണ്. സുധിയുടെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയ ആളെ ഇവിടെ പിടികൂടിയ വിവരം പറയാണ്. അത് നീലിമയാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നീ അവളെ വിടരുത്, പിടിച്ചു വെക്കണമെന്ന് പറയാണ്. ശ്രുതിയാണെങ്കിൽ നീലിമയുടെ ഫേഷ്യൽ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.